ഇപ്പോൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ റെഡ് അലർട്ടാണ്. നോക്കാം മഴയുണ്ടോ, മഴയുടെ സാഹചര്യം എന്താണെന്ന്. സന്തോഷ്, കണ്ണൂരിൽ മഴ ഇപ്പോൾ എങ്ങനെയാണ്, പെയ്യുന്നുണ്ടോ? ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ കമന്റ് ബോക്സിൽ കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് വിവിധ മേഖലകളിൽ ജില്ലയുടെ? മനു, കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ പക്ഷേ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മുഴുവൻ സമയവും തുടർച്ചയായി മഴ പെയ്ത സാഹചര്യമായിരുന്നെങ്കിൽ ഇന്ന് ഈ മഴ അതായത് ഇടവേളകളിലാണ് ശക്തിയായി പെയ്യുന്നത്. ആ സമയത്ത് നല്ല കാറ്റുമുണ്ട്. ഏതായാലും ഈ മലയോര മേഖലയിൽ ഈ കനത്ത മഴയിൽ അവിടെ ഈ ചെറിയ പുഴകളിലെയും തോടുകളിലെയും എല്ലാം ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വളപട്ടണം പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകൾ 14 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇന്നലെ വ്യാപകമായ കാറ്റിൽ പല മേഖലകളിലും കൃഷിനാശവും അതോടൊപ്പം തന്നെ വീടുകൾക്ക് ഭാഗികമായിട്ടുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ തകരുന്ന രീതിയിൽ ശക്തമായ കാറ്റ് ഇന്നലെ വൈകുന്നേരവും രാത്രിയുമായി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇന്നലെ രാത്രി മുതൽ, അതായത് ഇന്നലെ പകൽ സമയത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രാത്രി മുതൽ മഴയുടെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട്. പകൽ മുഴുവൻ തുടർച്ചയായ ശക്തിയായ മഴയാണെങ്കിൽ രാത്രിക്ക് ശേഷം ഇന്ന് രാവിലെയും ഈ സമയം വരെയും ഒറ്റപ്പെട്ട ഇടവേളകളിൽ ശക്തമായി മഴ പെയ്യുന്ന സാഹചര്യമാണ് കണ്ണൂരിലുള്ളത്. മനു, ശരി, ഇടവേളകളിൽ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ണൂരിൽ കാണാൻ കഴിയുന്നത്. എല്ലായിടത്തും അത് തന്നെയാണ്. കുറച്ച് സമയം മഴ മാറി നിൽക്കും, പക്ഷേ പിന്നെ ഒരു ഒറ്റ പെയ്ത്താണ്. ആ പെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു 1.5 പെയ്ത്തായിരിക്കും. പെയ്ത്ത് മാത്രമല്ല, അതിൻ്റെ കൂടെ കാറ്റും ഒപ്പം തന്നെ ഇടിമിന്നലും ഒക്കെ ഉണ്ടാകുന്നു. പലയിടങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു ചാടുന്നു. ഇതൊക്കെയാണ് ഈ പ്രതിസന്ധിയുടെ അളവ് കൂട്ടുന്നത്.